ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലീ 2025 എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയെന്ന് ഞങ്ങൾക്കറിയാം. ക്ലീ 2025 തയ്യാറെടുപ്പുകൾ എങ്ങനെ വേണം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ ക്ലീ 2024 എക്സാമിനെ വെച്ചുകൊണ്ട് 2025 ഇംഗ്ലീഷ് ഏരിയ അതേപോലെ ജനറൽ നോളജ് ഏരിയ എങ്ങനെ തയ്യാറെടുക്കണം എന്ന് സംബന്ധിച്ച 2 വീഡിയോസും ഞങ്ങളുടേത് വന്നു കഴിഞ്ഞു. ഇന്ന് ക്ലീ 2025 മെൻ്റൽ എബിലിറ്റി ഏരിയയിൽ എങ്ങനെ വേണം തയ്യാറെടുക്കാൻ, 24 എക്സാംസിൽ ഏതൊക്കെ ചോദിച്ചു, നമ്മുടെ തയ്യാറെടുപ്പ് എങ്ങനെ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയട്ടെ. ഈ വരുന്ന 20th ഡിസംബർ 20th വൈകുന്നേരം 7:30 ഞങ്ങളൊരു ഫ്രീ വെബിനാർ സംഘടിപ്പിക്കുന്നു. +1, +2 അതേപോലെ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ്സുകാർക്കും പങ്കെടുക്കാം. എന്തൊക്കെ ഏരിയാസ്, എന്തൊക്കെ എക്സാംസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഏതൊക്കെ ലോ കോളേജസ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഉള്ള ഏതൊക്കെ ലോ കോളേജസിൽ നമുക്ക് അഡ്മിഷൻ നേടാൻ പറ്റും, അതേപോലെ പുതിയ കാലഘട്ടത്തിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പുതുതായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു ഫ്രീ വെബിനാർ സംഘടിപ്പിക്കുകയാണ്. വൈകുന്നേരം 7:30 വെബിനാർ നടക്കുന്നത്. ലോ എൻട്രൻസ് എക്സ്പേർട്ടായിട്ടുള്ള അഡ്വക്കേറ്റ് ദിനേഷ് സാറുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കേ പങ്കെടുക്കാനുള്ള സാധ്യത ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ മെൻ്റൽ എബിലിറ്റി ഏരിയയിലേക്ക് കടക്കുകയാണ്. എന്താണ് ഈ മെൻ്റൽ എബിലിറ്റി? മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ 2 ഏരിയാസ് വരുന്ന ഒരു ഏരിയയാണ് മെൻ്റൽ എബിലിറ്റി. അപ്പോൾ ഏതൊക്കെയാണ് ആ ഏരിയാസ്? അതാണ് നമ്മളിപ്പം നോക്കുന്നത്. മെൻ്റൽ എബിലിറ്റിയിൽ ന്യൂമറിക്കൽ എബിലിറ്റി വരും, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും വരും. അപ്പം ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കേട്ട് പരിചിതമാണ്. കാരണം ന്യൂമറിക്കൽ നമ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. പക്ഷെ ലോജിക്കൽ റീസണിങ് നമുക്ക് അത്ര പരിചിതമല്ല, നമ്മൾ അങ്ങനെ കേൾക്കാറില്ല ആ ഏരിയ, അല്ലേ? അപ്പം അതിൽ എന്തൊക്കെ വരും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പം ന്യൂമറിക്കൽ എബിലിറ്റിയിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പം ന്യൂമറിക്കൽ ഏരിയയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമുക്ക് നോക്കാം. നമ്പർ സീരീസ്, ഏവറേജ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ഇൻട്രസ്റ്റ്, വർക്ക് ആൻഡ് മെൻ, ഈ ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ഏരിയയിൽ വരും. ഇത് ഏതാനും ഏരിയാസ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതല്ലാതെയും നമ്മൾ 10ാം തരം വരെ പഠിച്ചിട്ടുള്ള പല നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ഈ ഏരിയയിൽ നിന്ന് വരാറുണ്ട്. സാധാരണഗതിയിൽ വരുന്ന കുറച്ച് ഏരിയാസാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതേപോലെ തന്നെ ലോജിക്കൽ റീസണിങ് ഏരിയയിലാവുമ്പം കോഡിംഗ്, ഡീകോഡിംഗ്, ബ്ലഡ് റിലേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ, റാങ്കിങ്, കലണ്ടർ, കമ്പാരിസൺ, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. നമ്പേഴ്സ് നമ്മൾ സ്കൂളിലെങ്കിലും കേട്ടിട്ടുണ്ട്. ലോജിക്കൽ റീസണിങ് ഏരിയയോ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാലത്തും കേട്ടിട്ടേ ഇല്ല, അല്ലേ? നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാതെ നമ്മുടെ ഉള്ളിൽ ഡോർമെൻ്റായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ്. എന്നാൽ ഈ ലോജിക്കൽ റീസണിങ് നിങ്ങൾ എത്രത്തോളം ഷാർപ്പൺ ചെയ്യുന്നുവോ അത്രയും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ലോ എൻട്രൻസുകൾക്കൊക്കെ ഗുണകരമായിരിക്കും. ക്ലാറ്റിനായാലും ക്യുസാറ്റിനായാലും ഈ ഏരിയ സ്ട്രോങ് ആവും തോറും നമുക്ക് കൂടുതൽ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം എന്തുകൊണ്ടും നിങ്ങൾ ഷാർപ്പൺ ചെയ്തെടുക്കേണ്ട ഒരു ഏരിയയാണ് ലോജിക്കൽ റീസണിങ് ഏരിയ. ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. അപ്പം നമ്മൾ 2024 വന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്കാണ് കടക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിവിസിബിലിറ്റി ടെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഡിവിസിബിലിറ്റി ടെസ്റ്റ് അറിയുന്നൊരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ജോബ് സെക്യൂറുടെ ഗൈഡിലും അതേപോലെ തന്നെ ജോബ് സെക്യൂറുടെ ക്ലാസ്സസിലൂടെ പോയിട്ടുള്ളൊരു കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ദ പ്രോഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഈ കോൺസിക്യൂട്ടീവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അടുത്തടുത്ത 3 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 120 ആണ്. അങ്ങനെയാണെങ്കിൽ then the sum of 3 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ്.
അപ്പം 120 പ്രോഡക്റ്റ് വരണമെങ്കിൽ 3 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 120 വരണമെങ്കിൽ ആ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? അവിടെയാണ് ഞാൻ പറഞ്ഞത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് അറിയുന്ന ഒരാൾ ഇത് പെട്ടെന്ന് ചെയ്യും. ആ നമ്പേഴ്സ് ഏതൊക്കെയാ വരിക? 4, 5, 6. 4 into 5 20, 20 into 6 120. നമ്മളെടുത്ത് ചോദിക്കുന്നത് എന്താ? ഇതിന്റെ സം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 4 + 5 + 6 എത്ര എന്ന് കിട്ടും? 15 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ എന്താണ് എന്നുള്ളത് അറിയണം. അതാണ് പ്രധാനപ്പെട്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. കഴിഞ്ഞ വർഷം ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് റിലേറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ പേഴ്സൺ ബോട്ട് ആൻ ഐറ്റം ഫോർ ₹1350 and spent ₹150 towards transportation of the item. അപ്പോൾ 1350ക്ക് വാങ്ങി, 150 റുപ്പീസ് ട്രാൻസ്പോർട്ടേഷന് ചിലവായി. എന്നിട്ട് ദെൻ ഹി സോൾഡ് ഇറ്റ് ഫോർ ₹1800. 1800 അയാൾ അത് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ പ്രോഫിറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണ് എന്നൊക്കെ നമുക്ക് അറിയണം. പക്ഷേ നിങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1350ക്ക് ഒരു സാധനം വാങ്ങി 150 റുപ്പീസ് അതിന് ട്രാൻസ്പോർട്ടേഷനും വന്നാൽ ഇയാൾക്ക് മൊത്തം എത്ര ചിലവായി? 1350 + 150, അതായത് 1500 ചിലവായി. 1500 ചിലവായ ഒരു സാധനം 1800ന് വിൽക്കുന്നു. എത്ര രൂപ ലാഭം? 300 റുപ്പീസ് ലാഭം. 1500ന്റെ സാധനത്തിന് 300 റുപ്പീസ് ലാഭം കിട്ടണമെങ്കിൽ 1500ന്റെ 10% എത്രയാ? 150. അപ്പോൾ 20% എത്രയായിരിക്കും? 300. അപ്പോൾ എത്രയാണ് പെർസെൻറ്റേജ്? എത്ര പെർസെൻറ്റേജ് ആണ് പ്രോഫിറ്റ്? 20% പ്രോഫിറ്റ്. ഈ സിമ്പിൾ കാര്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങളിവിടെ അറിയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സാധാരണ ലൈഫിൽ ആവശ്യമുള്ള സിമ്പിളായ കാര്യങ്ങളെ ഇവിടെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഒരു ഏരിയയും കൂടെ നമ്മൾ കണ്ടു. ഇനി പുതിയൊരു ഏരിയയിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതിനെക്കുറിച്ചായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഏവറേജ് എന്നുള്ള ഏരിയയിൽ നിന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ആവറേജ് മാർക്സ് ഓഫ് 15 സ്റ്റുഡൻസ് ഇൻ എ സബ്ജക്റ്റ് ഈസ് 65. അങ്ങനെയാണെങ്കിൽ if another student has scored 97 marks in the same subject, then average of 16 students. അപ്പോൾ ആവറേജ് കാണാനുള്ള ഫോർമുലയെ കുറിച്ചൊക്കെ നിങ്ങൾ 6th പഠിക്കുന്നത് അല്ലേ? ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് കണ്ടുപിടിക്കണ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പം നമുക്കിവിടെ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 15 ആണ്. ഏവറേജ് തന്നിട്ടുണ്ട്, 65 ആണ്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ മാർക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ടോട്ടൽ മാർക്സ് ഇസ് ഈക്വൽ ടു 65 × 15. നോക്കൂ, 65 × 15 എത്രയാണ് വരിക? 65 × 15. 5 × 5 25, 6 × 5 30, 32, 5, 6, 5, 7, 9, 975. അപ്പോൾ 15 സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ മാർക്ക് 975 ആണ്. ഇപ്പം 97 മാർക്സ് ഉള്ള ഒരു കുട്ടി കൂടെ വന്നു. അപ്പോൾ ടോട്ടൽ എത്രയായി? 975 + 97, 1072 ആയി. ഇനി പുതിയ ആവറേജ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 1072 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയായി? 16. അതിൻ്റെ ആൻസർ നമുക്ക് എന്തെന്ന് കിട്ടും? 67 എന്നുള്ള ആൻസറിലേക്ക് പോകും. ഇത് ആവറേജിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനൊരു ഈസി മെത്തേഡ് ഉണ്ട്. ഈ ഈസി മെത്തേഡ് ജോബ് സെക്യൂരിറ്റിയുടെ ക്ലാസ്സസിലൂടെ പോകുമ്പോൾ നിങ്ങൾ പഠിക്കും. അപ്പം ആ ഈസി മെത്തേഡിൽ നമുക്ക് സെക്കൻഡ്സിനുള്ളിൽ ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏരിയ ആൻഡ് പെരിമീറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ.
ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഏരിയ ഓഫ് എ വേക്കൻ ലാൻഡ് ഇൻ ദ ഫോം ഓഫ് സ്ക്വയർ. ഈ സ്ക്വയർ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യമാണ്. ഈസ് 36,100. അങ്ങനെയാണെങ്കിൽ ദെൻ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ ലാൻഡ് ആണ് ചോദ്യം. ഒരു സ്ക്വയർ ഷേപ്പിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണ് അല്ലേ? അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൽ ആണെങ്കിൽ അപ്പോൾ ലെങ്ത്ത് എൽ ആണെങ്കിൽ ബ്രെഡ്ത്തും എന്തായിരിക്കും? എൽ തന്നെയായിരിക്കും. അപ്പൊ എല്ലിന്റെ സ്ക്വയർ ആയിരിക്കും എന്ത്? 36,100. ലെങ്ത് എന്താണ് എങ്ങനെയാ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് 36,100. ഇവിടെയും എളുപ്പമാർഗമുണ്ട്. റൂട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗം ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ്. അല്ലെങ്കിലും നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. 100ന്റെ റൂട്ട് ഓഫ് 100 10. 369 ആലോചിച്ച് നോക്കിയാൽ അറിയാം അല്ലേ? ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഈ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം റൂട്ട് ഓഫ് 36,100 ഈസ് ഈക്വൽ ടു 190 എന്നുള്ള ആൻസറിലേക്ക് കടക്കും. ഇത് ഏരിയ പെരിമീറ്റർ റിലേറ്റഡ് ക്വസ്റ്റ്യനാണ്. ഈ ഏരിയയും പെരിമീറ്ററും നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓർത്ത് നോക്കിയേ. 8th അല്ലെങ്കിൽ 7th നിങ്ങൾ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഏരിയ, വോളിയം ഒക്കെ പഠിക്കുന്നത്. 9th കുറച്ചൊക്കെ പാർട്ട് പഠിക്കുന്നുണ്ട്. അല്ലാതെ +1 +2 പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഒന്നും ഇവിടെ ചോദിക്കുന്നില്ല. അപ്പം ഇനി ഞാൻ അടുത്തൊരു ഏരിയയിലേക്ക് കടക്കുകയാണ്. അപ്പം ഇതുവരെ നമ്മൾ നമ്പേഴ്സ് റിലേറ്റഡ് കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു. അടുത്തതും നമ്പർ റിലേറ്റഡ് തന്നെയാണ്. റേഷ്യോ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ ഒരുവിധം എല്ലാ എക്സാംസിലും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് റേഷ്യോ. ക്വസ്റ്റ്യൻ ഇതാണ്, ₹21,600 ഹാസ് ടു ബി ഡിവൈഡഡ് ആൻഡ് പെയ്ഡ് ടു എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ 2:7. 2:7 എന്നുള്ള റേഷ്യോയിൽ 21,600 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിക്ക് എത്ര കിട്ടുമെന്നാണ് ചോദ്യം. ഇതൊക്കെ ഒരു ലോ ആസ്പിരൻറ്റിനോട് എന്തായാലും ചോദിക്കേണ്ട ക്വസ്റ്റ്യനാണ്. കാരണം നാളെ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കുമ്പം നിങ്ങൾ ആ പ്രോഫിറ്റ് എങ്ങനെ ഷെയർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ അതിനകത്ത് എഴുതേണ്ടി വരും. അപ്പം നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് എന്താണ് ഈ റേഷ്യോ എന്നുള്ള കൺസെപ്റ്റൊക്കെ അറിയില്ല എന്ന് വെച്ചാൽ നമ്മളിവിടെ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം 21,600 2:7 എന്നുള്ള റേഷ്യോയിലാണ് എയും ബിയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ബിക്ക് എത്ര കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പം അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 2:7 എന്നുള്ളത് A:B ആണ്. അപ്പം ബിക്ക് എത്രയാണ് കിട്ടുന്നത്? 7 ഔട്ട് ഓഫ് 9 അല്ലേ? 2 + 7 9. അപ്പം അത് ആ എമൗണ്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം? 21,600 ഇൻറ്റു 7/9. എങ്ങനെ ഈ 7ഉം 9ഉം കിട്ടുന്നത്? 2:7 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം 9ൽ 7 പാർട്ട് ബിക്ക് കിട്ടും, 9ൽ 2 പാർട്ട് എക്ക് കിട്ടും. അപ്പം അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 21,600 ഇൻറ്റു 7/9. അത് ചെയ്യുമ്പം നിങ്ങൾക്ക് ആൻസർ 16,800 എന്നുള്ള ആൻസറിലേക്ക് പോകും. ഇത് റേഷ്യോ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ഏരിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഏരിയ ഇതാണ്, ഫ്രാക്ഷൻസ്. ഇപ്പോൾ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം A/B എന്ന ഫോമിൽ എഴുതാവുന്ന ഇതിനാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് ഏതൊക്കെയാണ്? 3/5, 5/9, 7/11, 9/13. ഈ ഫ്രാക്ഷൻസിൽ ഏറ്റവും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം സ്മോളസ്റ്റ് ഫ്രാക്ഷൻസിന് വലിയ ഫ്രാക്ഷൻ ഏത്, ചെറിയ ഫ്രാക്ഷൻ ഏത് എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും. അപ്പം ഈ ഫ്രാക്ഷൻസിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷനായിട്ട് വരുന്നത് 5/9 ആണ്. 5/9.
ഓക്കെ. അപ്പം ഈ ഒരു ഏരിയ എത്ര ചെറിയ ക്ലാസ്സിലായിട്ടും നമ്മൾ പഠിക്കുന്നുണ്ടാവുക ആലോചിച്ച് നോക്കൂ. വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ഫ്രാക്ഷൻസ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. കോഡിംഗ്, ഡീകോഡിംഗ്, ലോജിക്കൽ റീസണിങ്ങിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമ്മൾ നമ്പേഴ്സുമായിട്ടായിരുന്നു കളി. ഇനി കോഡിംഗ്, ഡീകോഡിംഗ്, ലോജിക്കൽ റീസണിങ്ങിലേക്ക് കടക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് HKNQ കറസ്പോണ്ട്സ് ടു LORU. അപ്പം HKNQ എന്നുള്ളത് LORU എന്ന് എഴുതുമെങ്കിൽ BEHK എന്നുള്ളതിനെ എങ്ങനെ എഴുതും എന്നാണ് ചോദ്യം. അപ്പം HKNQവും LORUവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. HL ആവണമെങ്കിൽ എത്ര സ്റ്റെപ്പ് മുന്നോട്ട് പോകണം? IJKL അല്ലേ? KO ആവണമെങ്കിലോ LMNO. എല്ലാ ലെറ്റേഴ്സും 4 സ്റ്റെപ്പ് ഫോർവേഡ് പോകുന്നു. അങ്ങനെയാണെങ്കിൽ BEHK എന്താവണം? BEHKയിലെ ഓരോ ലെറ്റേഴ്സും 4 സ്റ്റെപ്പ് ഫോർവേഡ് പോകണം. അപ്പം B 4 സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ എവിടെ എത്തും? Fലെത്തും. ഈ 4 സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ എവിടെ എത്തും? Iലെത്തും. H 4 സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ Lലെത്തും, KOയിലെത്തും. അപ്പം ആൻസർ എന്ത് കിട്ടും? FILO എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഇത് ചെയ്യാൻ ഒരു മാത്തമെറ്റിക്സും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇത് കോഡിംഗ്, ഡീകോഡിംഗ്, ലോജിക്കൽ സ്കിൽ ഉണ്ടോ എന്ന് മാത്രം നിങ്ങളിത് നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് വരും. ഇനി അടുത്ത ഏരിയയിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ഏരിയ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ. ഈ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനും ഒരു ലോ ആസ്പിരൻറ്റിന് അല്ലെങ്കിൽ ലോ ഗ്രാജുവേറ്റിന് എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: എ മാൻ വാക്സ് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് സ്ട്രെയിറ്റ് ഫ്രം എ പ്ലേസ് X ആൻഡ് റീച്ച് അനദർ പ്ലേസ് Y ഇൻ ദ വെസ്റ്റേൺ ഡയറക്ഷൻ. അപ്പം നമുക്ക് ആദ്യം എന്തറിയണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ധാരണ വേണം. അപ്പം ആ ധാരണയോട് കൂടെ നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു പ്ലസ് അവിടെ വരച്ചു വയ്ക്കുക. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ തന്നെ മൂവ് ചെയ്യാം. അതായത് ഒരാൾ ഒരു സ്ഥാനത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എ മാൻ വാക്സ് 5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഫ്രം എ പ്ലേസ് X ആൻഡ് റീച്ച് അനദർ പ്ലേസ് Y ഇൻ ദ വെസ്റ്റേൺ ഡയറക്ഷൻ. വെസ്റ്റേൺ ഡയറക്ഷനിൽ പോയി Y എന്നുള്ളൊരു സ്ഥലത്തെത്തി 5 കിലോമീറ്റർ പോയി. At Y he turns 90 degree and walks straight towards north to reach the place Z. അപ്പം ഇവിടെ നിന്ന് 90 ഡിഗ്രി നോർത്തിലേക്ക് പോയി. ഓക്കെ. എന്നിട്ട് എങ്ങോട്ടെത്തി? നോർത്ത് ഡയറക്ഷനിലേക്ക് പോയിട്ട് Z എന്നുള്ളൊരു സ്ഥലത്തെത്തി. അതായത് ഇവിടെ നിൽക്കുന്ന ആൾ 90 ഡിഗ്രി പോയി നോർത്തിലേക്കാണല്ലോ. ഈസ്റ്റ്, അതായത് വെസ്റ്റിൽ നിന്ന് 90 ഡിഗ്രി പോയാൽ നോർത്തിലേക്ക് എത്തി. അവിടെ എത്തി. വിച്ച് ഈസ് 12 കിലോമീറ്റർ ഫ്രം, അതായത് ഈ ഡിസ്റ്റൻസ് 12 ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ X ആൻഡ് Z. അപ്പം ഈ പോയിന്റിൽ നിന്ന്, Z എന്ന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു തിയറാണ്. ഓർമ്മ ഉണ്ടോ? പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് തിയറം അനുസരിച്ച് ഈ ZX എന്നുള്ള പോയിന്റ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ZX സ്ക്വയർ ഇസ് ഈക്വൽ ടു XY സ്ക്വയർ പ്ലസ് YZ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാ? 25. 12 സ്ക്വയർ എത്രയാ? 144. ഈക്വൽ ടു, നിങ്ങൾക്ക് ഇതേ ആൻസറിലേക്ക് എത്തും. ഓപ്ഷൻ 13 എന്നുള്ള ആൻസറിലേക്ക് എത്തും.
ഇവിടെ ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ, നിങ്ങൾക്ക് ഡിസ്റ്റൻസിനെയും ഡയറക്ഷനെയും കുറിച്ചുള്ള ധാരണ ഉണ്ടോ എന്നുള്ള അവർ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരെന്തും നോക്കുന്നുണ്ട്, പൈത്തഗോറസ് തിയറം നിങ്ങൾക്കറിയാമോ എന്നുള്ള കാര്യവും നോക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: എ ഗാർഡനർ വാണ്ട്സ് ടു അറേഞ്ച് 1296 പ്ലാന്റ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. The number of rows and columns arranged in of arrangement is equal. കോളവും ഇതും ഈക്വൽ ആണ്, റോസും കോളവും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ നമ്പർ ഓഫ് റോസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം ചെയ്യേണ്ടത്, ഏരിയ കണ്ടുപിടിച്ചതുപോലെ തന്നെ റോസും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് 1296 കിട്ടുക. അപ്പം നമ്പർ ഓഫ് കോളം കണ്ടുപിടിക്കണേ എന്ത് ചെയ്യേണ്ടി വരും? റൂട്ട് ഓഫ് 1296. റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡ് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കട്ടെ. അപ്പം ആൻസർ 36 എന്നുള്ള ആൻസറിലേക്ക് കടക്കും. ഇനി അടുത്ത ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്തിൽ നിന്നാണ് ചോദിച്ചത് എന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: the very next number in the sequence 5, 10, 40, 320 dash. ഇവിടെ നോക്കൂ, 5, 10, 40, 320 dash. നല്ല വ്യത്യാസത്തിലാണ് വരുന്നത് അല്ലേ? അപ്പം എന്തായിരിക്കാം? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പം മൾട്ടിപ്ലിക്കേഷനിൽ തന്നെ ഏത് വരുമെന്ന് നോക്കൂ. 5 into 2 ആണ് 10. 10 into 4 ആണ് 40. 40 into എത്രയാണ്? 320. 40 into 8 ആണ് 320. അപ്പം അടുത്ത എന്താ വരിക? into 2 into 4 into 8. അപ്പം അടുത്ത എന്ത് വരും? into 16. അതായത് 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16. അപ്പം അടുത്ത ആൻസർ എന്താ വരിക? 320 into 16. 320 into 16 എത്ര എന്ന ആൻസർ വരും? 5120 എന്നുള്ള ആൻസറിലേക്ക് എത്തും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: സം ഓഫ് നമ്പേഴ്സ് 12, 24, 36, 48 ഡാഷ് ഡാഷ് 120. ഈ നമ്പേഴ്സിനൊക്കെ നമ്മൾ ഒരു പ്രത്യേകത പറയാറുണ്ട്. എന്ത് നമ്പേഴ്സ് എന്നാണ് നമ്മളിത് പറയാം? ഈ നമ്പേഴ്സൊക്കെ എങ്ങനെയാണ് എന്നാ പറയാം? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്, ഒരേ ഡിഫറൻസിൽ പോകുന്ന നമ്പേഴ്സാണ്. ഈ ഒരേ ഡിഫറൻസിൽ പോകുന്ന നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇതൊക്കെ നിങ്ങൾ ഞങ്ങളുടെ ഗൈഡിലുണ്ട്. കൂടാതെ നിങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഒരു 9th-ലോ 10th-ലോ മറ്റോ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആ ഫോർമുലയിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. നിങ്ങൾക്ക് ഇന്ന് ഏതൊക്കെ എക്സാംസിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്നുള്ളതാണല്ലോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോർമുല വെച്ച് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 660 എന്നുള്ള ആൻസറിലേക്ക് കടക്കും. ഇതിന് 2 മെത്തേഡ് ഉണ്ട്. 2 മെത്തേഡിലൂടെ ചെയ്തു കഴിഞ്ഞാലും ഈ ആൻസറിലേക്ക് കടക്കും. ഏതാണോ എളുപ്പം അത് ചെയ്യാം. പക്ഷെ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഫോർമുലയൊന്നും ഇപ്പം ഉപയോഗിച്ച് കാണിക്കുന്നില്ല. കാരണം ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുക മാത്രമാണ് വേണ്ടത്. നമ്മളിന്ന് ക്വസ്റ്റ്യൻ പഠിക്കുകയല്ല ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുകയാണ്. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യനും കണ്ടു കഴിഞ്ഞു. അപ്പം ഏകദേശം കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനിൽ വരുന്ന പല ടൈപ്പ് ക്വസ്റ്റ്യൻസിലൂടെയും നമ്മളിപ്പോൾ പോയി കഴിഞ്ഞു. അപ്പം 2024-ലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ മുഴുവൻ ക്വസ്റ്റ്യനൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഓരോ ഏരിയാസ് നിങ്ങളെ കാണിച്ചെന്നാണ്. ഏതൊക്കെ ഏരിയയിൽ നിന്ന് വരും, ഇതിന് അത്രയൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രിപ്പറേഷൻ വേണം, അത് നിർബന്ധമാണ്. പക്ഷേ ഒരു മാത്സ് അറിയില്ല എന്നുള്ളത് കൊണ്ടോ ഒന്നും നിങ്ങൾ ഒരു വിധത്തിലും ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മളിപ്പോൾ കണ്ടത് കേരള ലോ എൻട്രൻസ് മാത്രമാണ്. ഈ പ്രിപ്പറേഷൻ പോരാ. ക്യുസാറ്റ് പോലെയുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുക. കേരളത്തിലെ കിട്ടാവുന്ന ഏറ്റവും മികച്ചതാണ് ക്യുസാറ്റിൻ്റെ ലോ എൻട്രൻസ്. അതിന് കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ലോജിക്കൽ റീസണിങ് കാര്യമായിട്ട് നോക്കണം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ തന്നെ വീഡിയോ ഞങ്ങളുടേത് വരും. കാരണം ക്യുസാറ്റിൽ നിങ്ങൾക്കറിയാം, ആദ്യത്തെ 10 റാങ്കിൽ 7 റാങ്കുകളും ജോബ് സെക്യൂറിയൻസ് ആണ് നേടിയിരിക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഞങ്ങൾ അതിനു വേണ്ടി തന്നെ കുട്ടികളെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെയാണ്.
അപ്പം ഇന്ന് നമ്മൾ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനിലെ മെൻ്റൽ എബിലിറ്റി ഏരിയയുടെ ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് ഓടിപ്പോയി നമ്മൾ ക്വസ്റ്റ്യൻസിനെയൊക്കെ ഒന്ന് കാണുകയാണ് ചെയ്തത്. അപ്പം ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഡിസംബർ 20ന് നമ്മുടെ വെബിനാർ, ഫ്രീ വെബിനാറാണ് നടക്കുന്നത്. അപ്പം ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട് എന്നറിയാനുള്ള വലിയൊരു സാധ്യതയാണ്. അപ്പോൾ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.